മലയാള സിനിമയിൽ ഒന്നിനു പുറകെ വമ്പൻ ഹിറ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കോളിവുഡിൽ റീ റിലീസ് ചിത്രങ്ങൾ ഹിറ്റടിച്ചതോടെ മോളിവുഡിലും ഇനി റീ റിലീസ് കാലം. ചന്തുവിനെയും മംഗലശ്ശേരി നീലകണ്ഠനെയും നാഗവല്ലിയെയുമെല്ലാം പ്രേക്ഷകർക്കിനി തിയേറ്ററിൽ കാണാം. ഒരു വടക്കൻ വീരഗാഥ, മണിച്ചിത്രത്താഴ്, ദേവാസുരം, ആറാം തമ്പുരാൻ, ദേവദൂതൻ തുടങ്ങി 10ഓളം സിനിമകളാണ് റീ റിലീസിനെത്തുന്നത്. എസ് ക്യൂബ് ഫിലിംസ് ആണ് ഒരു വടക്കൻ വീരഗാഥ വീണ്ടും പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. മലയാളത്തിന്റെ എക്കാലത്തെയും ക്ലാസിക്കുകളിൽ ഒന്നായ വടക്കൻ വീരഗാഥ 35 വർഷത്തിന് ശേഷമാണ് വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. 31 വർഷം മുമ്പ് റിലീസ് ചെയ്ത മണിച്ചിത്രത്താഴ് നവകേരള സദസ്സിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് കഴിഞ്ഞ വർഷം പ്രദർശിപ്പിച്ചിരുന്നു. ജൂലൈ 12-നോ ഓഗസ്റ്റ് 17-നോ ചിത്രം വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തും. മാറ്റിനി നൗവും സംവിധായകൻ ഫാസിലും നിർമ്മാതാവ് സ്വർഗചിത്ര അപ്പച്ചനും ചേർന്നാണ് മണിച്ചിത്രത്താഴ് വീണ്ടും പുറത്തിറക്കുക. സിനിമ ബിഗ് സ്ക്രീനിൽ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട ജോലികൾ ആരംഭിച്ചു കഴിഞ്ഞു. ചിത്രം 2-3 മാസത്തിനുള്ളിൽ തന്നെ തിയേറ്ററുകളിലേക്ക് എത്തും. അതേസമയം കഴിഞ്ഞ വർഷം റീമാസ്റ്ററിംഗ് ചെയ്ത് മോഹൻലാലിന്റെ സ്ഫടികം തിയേറ്ററുകളിലെത്തിയിരുന്നു. 3 കോടിയോളം ചിത്രം ബോക്സ് ഓഫീസിൽ നിന്നും നേടി. ഇതാണ് നിർമ്മാതാക്കളെ റീ റിലീസിന് പ്രേരിപ്പിക്കുന്നത്.